നമസ്കാരം. എല്ലാവർക്കും ജ്യോതിഷ കരിയറിലേക്ക് സുസ്വാഗതം. നമ്മൾ വ്യാഴമാറ്റം, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വ്യാഴമാറ്റം എത്തി. ജൂൺ 2-ാം തീയതിയാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ വ്യാഴം മാറുമ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഴിഞ്ഞ വ്യാഴമാറ്റം നല്ലതായിരുന്നു, കാരണം ഭാഗ്യസ്ഥാനത്തേക്കായിരുന്നു. പക്ഷേ ഇനി വരുന്നത് ഒന്നുകൂടി നല്ലത് തന്നെയാണ്. അതിൻ്റെ കാരണം ഇപ്പോഴത്തെ വ്യാഴമാറ്റം എന്ന് പറയുന്നത് 12 വർഷത്തിലൊരിക്കൽ വ്യാഴം ഉച്ചനായിട്ട് അതിൻ്റെ ഏറ്റവും പൂർണ്ണ ബലവാനായിട്ട് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവാധീനവും അതുപോലെ തന്നെ ഭാഗ്യം, ഐശ്വര്യം, നമ്മളെ എല്ലാ പദ്ധതികളും പ്ലാനും ഒക്കെ നടപ്പിലാക്കാൻ കഴിയുന്നൊരു അനുകൂല സമയത്തിലേക്കാണ് വരുന്നത്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പം കർമ്മസ്ഥാനത്തേക്ക്, അതായത് 10ലേക്കാണ് വരുന്നത്. അതായത് നമ്മുടെ പ്രവൃത്തി, കർമ്മം, ബിസിനസ്, ജോലി, നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള എല്ലാ പുതിയ പദ്ധതികളും പ്ലാനും നടപ്പിലാക്കാൻ കഴിയുന്നൊരു സമയമാണ് വരുന്നത്. അപ്പോൾ തുലാക്കൂറെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ചിത്തിരയുടെ അവസാനത്തെ 2 പാദക്കാർ, ചോതി, വിശാഖത്തിൻ്റെ മുക്കാല്. അതായത് ചിത്തിര, ചോതി, വിശാഖക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇപ്പോൾ ഒരു നല്ല കാലഘട്ടത്തിലൂടെ കടന്ന് അതൊന്നുകൂടി നല്ല കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് നമുക്ക് വരുന്ന അനുഭവങ്ങൾ, ഭാഗ്യങ്ങൾ ഇതെല്ലാം പ്രാവർത്തികമാക്കി നമ്മുടെ കയ്യിൽ ധനവും ഐശ്വര്യവും വരാനുള്ളൊരു സമയമാണ്. അതായത് ഇന്നലകളിൽ കടബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ കഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്ത് നമ്മുടെ ജീവിതത്തിലൊരു പുതിയ പന്താവിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശനി 6-ലായതുകൊണ്ട് വലിയ ദോഷം ചെയ്യത്തില്ല. അതുപോലെ തന്നെ 5-ൽ നിൽക്കുന്ന സർപ്പനും വലിയ കടുത്ത ദോഷവും ചെയ്യത്തില്ല. എന്നാലും സന്താന വിഷയങ്ങളിൽ കുറച്ചൊരു ശ്രദ്ധ വേണം. സന്താന വിഷയങ്ങൾ ശ്രദ്ധയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് അലസതയോ അല്ലെങ്കിൽ ശരിയല്ലാത്ത കൂട്ടുകെട്ടുകളോ വരാൻ സാധ്യതയുണ്ട്. അതിനൊന്ന് ജാഗ്രത പുലർത്തുകയും നമ്മളൊന്ന് ശ്രദ്ധിച്ച് അവർക്കൊരു നിർദ്ദേശങ്ങൾ കൊടുത്ത് മാറ്റിയെടുക്കാൻ കഴിയുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും അതും ഗുണകരമായിട്ട് തന്നെ വരും. എന്നാൽ വിദേശയോഗത്തിന്, വിദേശയാത്രകൾക്ക്, വിദേശ പഠനത്തിനൊക്കെ നിങ്ങൾക്കായാലും സന്താനങ്ങൾക്കായാലും സമയം അനുകൂലമാണ്. ഇനി ഈ വ്യാഴമാറ്റം വരുമ്പോൾ ഉള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലൊരു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, അകന്നിരുന്നവർ വീണ്ടും അടുക്കുകയും പിന്നെ ഇഷ്ടങ്ങളിലും പ്രണയങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ബ്ലോക്ക് മാറി ഒന്നുകൂടെ സ്മൂത്താവുകയും ജീവിതത്തിൽ നമുക്കൊന്നുകൂടി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയ്ക്കും നാളെ നമുക്ക് നല്ല കാര്യങ്ങൾ വരുമെന്നുള്ളൊരു ശുഭ പ്രതീക്ഷയ്ക്ക്, ആത്മവിശ്വാസത്തിനും വക വരുന്ന നല്ലൊരു കാലമാണ് വരുന്നത്. തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തണം. ഭാവിക്കത് നമ്മൾ ഇപ്പോഴേ ഇന്ന് വരുന്ന ഗുണങ്ങളെ പ്രയോജനപ്പെടുത്തി നാളത്തേക്ക് പ്രയോജനപ്പെടുത്തി നിലനിർത്തിയാലേ അത് ഗുണം ചെയ്യുള്ളൂ. എപ്പോഴും എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുണ്ട്, നമ്മൾ നല്ല കാലം വരുമ്പോൾ ദൈവാധീനം വർദ്ധിപ്പിച്ച് അന്ന്, കാരണം ഈശ്വരൻ ഒന്നും നമുക്ക് കൊണ്ടുതരുന്നില്ല. ആ പ്രപഞ്ചശക്തി നമുക്ക് പോസിറ്റീവായിട്ടുള്ള അവസരങ്ങൾ കൊണ്ടുതരും. ആ അവസരങ്ങൾ പ്ലാനിങ്, യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് നമ്മൾ വിജയിപ്പിച്ചാൽ ആ വിജയം ജീവിതത്തിൽ നല്ലതായി നാളത്തേക്ക് ഗുണം ചെയ്യും. അതിന് ഈശ്വരന് ഒരു കാര്യവും ചെയ്യാനില്ല. ഈശ്വരൻ സാക്ഷിയാണെന്ന് എപ്പോഴും വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് തുലാക്കൂറുകാർക്ക് സമയം നല്ലതാണ്. എന്നാൽ 11-ൽ കേതു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വരേണ്ട ചില ഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ വരേണ്ട ചില ഗുണകരമായ അനുഭവങ്ങൾ, നമുക്ക് വരേണ്ട പ്രമോഷൻ, അല്ലെങ്കിൽ ബിസിനസ്സിൽ വരേണ്ട ചില ഗുണകരമായ ഭാഗ്യങ്ങൾ, ഇതൊക്കെ തൊട്ടടുത്തെത്തുമ്പോൾ ഈ കേതു 11-ൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് അതിന് ബ്ലോക്ക് വരികയോ കാലതാമസം വരികയോ ചെയ്യാം. വേറെ ഒന്നും ചെയ്യേണ്ട. ഗണപതി പ്രീതി വരുത്തുക. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് പോയാൽ ഈ ഒരു വ്യാഴമാറ്റം ഏറ്റവും ഗുണകരമായിട്ട് വരുന്ന ഒരു രാശിയാണ് തുലാൻ രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖക്കാർ. വിശാഖക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ കഴിഞ്ഞിട്ട് നല്ലൊരു കാലമാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തണം. തീർച്ചയായിട്ടും ഗുണം വരട്ടെ.
നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും കൺസൾട്ടിങ്ങിനോ സംശയങ്ങൾക്കോ ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇതിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജുകൾ ഇടുക. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തരും. തീർച്ചയായിട്ടും നിങ്ങളോടൊരു വളരെ നന്ദി വാക്ക് പറയാനുള്ളത്, ആവശ്യപ്പെടാതെ തന്നെ ലൈക്കും സബ്സ്ക്രിപ്ഷനും തന്ന് നമ്മുടെ ചാനൽ നന്നായി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു കുടുംബത്തെ പോലെ പോകുന്നുണ്ട്. അതിന് എന്നും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ. നന്നായി.